السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: من لم يدع قول الزور والعمل به والجهل فليس لله حاجة أن يدع طعامه وشرابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ്യാജ സംസാരങ്ങളും തദനുസൃതമായ പ്രവർത്തനങ്ങളും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിന് ഒരാവശ്യം അള്ളാഹുവിനില്ല. ഭക്ഷണം ഒഴിവാക്കി, വെള്ളം ഒഴിവാക്കി, അന്നപാനീയങ്ങളൊന്നുമില്ല. ഇവൻ വായ തുറന്നാൽ കളവ് പറയും, ഈബത്തും നമീമത്തും പറയും. അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളാണ് ഇവന്റെ മറ്റു അവയവങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, അടിപിടി നടത്തുക. ഇങ്ങനൊക്കെ ചെയ്തിട്ട് അവൻ പട്ടിണി കിടന്ന് നോമ്പറ്റത് കൊണ്ട് ആ നോമ്പിലേക്ക് അള്ളാഹുവിലേക്ക് ഒരു ആവശ്യമില്ല. അവന് നോമ്പ് ശരിയല്ല, അവന് നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോ ഇവകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, നോമ്പ് നോൽക്കേണ്ടത്. അങ്ങനത്തെ നോമ്പിനാണ് അള്ളാഹുലേക്ക് ആശം. അതൊക്കെ പറയുന്ന ഹദീസുകളാണ്. അപ്പൊ നമ്മളെ നോമ്പ് കൊണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ, തഖ്വ, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, എന്നാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. വ്രതം എന്ന് പറയുന്നത് 1% ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലും 99% ആത്മാവിനെയും മനസ്സിനെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. ആത്മാവിനും മനസ്സിനും എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കലാണ് നഷ്ടം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ നോമ്പ് അള്ളാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലേ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു, വ്രതം നിർബന്ധമാക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താണ്? തഖ്വയാണ്. ഓരോ വർഷവും നമുക്ക് തഖ്വ കൂടണം, പാവങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.